പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്യാനിരിക്കുന്നവരും ചെയ്തവരും എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി കൃപയിൽ നിലനിൽക്കാൻ ആവശ്യമായ ഉടമ്പടി അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു എക്സർസൈസാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. കൃപാസനം ഇന്നലെ മുതൽ 24 hours സാക്ഷ്യം ചാനലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് സമയത്തും കൃപാസനം ചാനലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം. അത് കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൃപാസനം ഹോസ്പിറ്റൽ മിഷൻ 2011 ആരംഭിച്ചപ്പോൾ കൃപാസനം പത്രം എല്ലാ ഹോസ്പിറ്റലിലും എത്തിക്കുക എന്നുള്ളൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. ഇപ്പോഴീ 24 hours സാക്ഷ്യം ചാനലിലൂടെയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ആശുപത്രികളിൽ രോഗമായിട്ട് മല്ലടിക്കുന്നവരെ, മരുന്നും വൈദ്യശാസ്ത്രവും കൈവിട്ടവരെ, കുടുംബം നിങ്ങളോട് തന്നെ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളെ തന്നെ കൈവിട്ടവരെ, ഒരു ഗ്രിപ്പ് ഓരോരുത്തരുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്നവർക്കെല്ലാം ദൈവമാണ് നിങ്ങളുടെ ഉറച്ച പാറ. നിങ്ങൾക്ക് ദൈവത്തിൽ ഏത് വിഷയമായാലും ദൈവത്തെ റിലൈസ് ചെയ്യാൻ കഴിയും. അതുള്ളതിൻ്റെ നിങ്ങളുടെ വിശ്വാസ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 24 hours സാക്ഷ്യം തുടങ്ങിയിരിക്കുന്നത്. രാത്രി 1 മണിക്ക് നിങ്ങൾ നോക്കിയാലും കൃപാസനം ചാനലിൽ നിന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. കാര്യം ഇന്നലെ രാത്രി 1900 പേരാണ് സാക്ഷ്യം കേട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മാത്രം ഇന്നലെ 6 മണി തൊട്ട് ഇന്ന് രാവിലെ 6 മണി വരെ 1900 പേര് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് രാത്രിയും ജനങ്ങൾ ഉണർന്നിരിക്കുന്നുവെന്നതിൻ്റെ സൂചന. പകലും ഇതുപോലെ തന്നെ മനസ്സ് വിഷമം വരുമ്പോൾ, ഇപ്പം ഒരു വരുമാന മാർഗം മുട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വഴികളിൽ ഒരു ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒരവസ്ഥ വന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ചൊരു ഡിപ്രീഷിയേഷൻ വന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്നും കേൾക്കത്തില്ല, പട്ടി ചെന്നാറുണ്ട്, പടിവാതിൽ തുറക്കുന്നു എന്നൊക്കെ സ്വയം പീഡിതമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ഉൾവലിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. വിശ്വാസത്തിന് മാത്രം കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊണ്ടൊന്നും കഴിയത്തില്ല, പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് കഴിയും. ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരെങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധികളിലെ ദൈവത്തെ അനുഭവിച്ചത്, അതിനെങ്ങനെയാണ് അവർ ഉടമ്പടി അവരെ പ്രൊമോട്ട് ചെയ്തത്. കാര്യം ഉടമ്പടി ഒരു പക്ക പ്രോജക്റ്റ് പ്രെയറാണ്. ഞാൻ ഗൈഡഡ് മിസൈൽ, പ്രോഗ്രാംഡ് മിസൈൽ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ബൈബിൾ അനുധാരികൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാംഡാണ്. അത് ഒരു മിസൈൽ ആ പാലത്തിൻ്റെ ഓരോ ബീംസൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ മിസൈലിൻ്റെ ദൂരവും പാലത്തിൻ്റെ അകലവും ഒക്കെ എല്ലാം വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഗൈഡഡ് മിസൈൽ നേരെ പോയി ആ ബീംസിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ പതിക്കും. അത്രയും ടെക്നിക്കലായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രെയറാണ് ഉടമ്പടി. കാര്യം ഇത് മുഴുവനും ബിബ്ലിക്കലാണ്. ദൈവപിതാവ് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ 4000 കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, അതാത് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ സ്വർഗീയ പദ്ധതിയുടെ ഈ കാലങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള ചെയ്വനകളിലൂടെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ പറയുന്ന വചനങ്ങളോട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വാസം ഉണ്ടാകണം. പിന്നെ വചനം എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ 2 ഇഫക്റ്റാണ് വചനത്തിന് വരേണ്ടത്. ഒന്ന്, വചനം നമ്മളെ വിശുദ്ധീകരിക്കണം. രണ്ടാമത്, വചനം നമ്മളെ ശക്തീകരിക്കണം. പക്ഷേ ആദ്യം ഉള്ള പ്രോജക്റ്റ് വചനം വരുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിനും ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണത്. നേരിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പല രാജ്യങ്ങളും ചില വേദപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 16 ചാപ്റ്റേഴ്സ് എടുത്തു കളയണമെന്ന് പറഞ്ഞൊരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യത്തിൽ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ്
ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകണ കൊണ്ടാണ് മനുഷ്യനെ അശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നീക്കുന്ന അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തു കളയാൻ പറയും. പക്ഷേ ലോകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, എന്നെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ വചനങ്ങൾക്ക് ജീവിതം കൊണ്ട് സമർപ്പിതരാകാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വചനം കേൾക്കുന്ന മാത്രയിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് എൻ്റെ വിഷയം. അതായത് ശക്തീകരണം രണ്ടാമത്തെ പകുതിയാണ്. ആദ്യത്തെ പകുതിയിൽ വരണത് ഈ ഉടമ്പടി തുടങ്ങണത് തന്നെ, ഉടമ്പടിയുടെ ആദ്യ ഭാഗം എനിക്കല്ല വെളിപ്പെടുത്തിയത്, വിജയകുമാർ സാറിനാണ്. 48 കൊന്ത ഞങ്ങൾ ജപമാല ചൊല്ലി നിൽക്കണം. 48ാമത്തെ കൊന്ത നാട്ടിൽ വരുമ്പോൾ 90 കൊന്ത തികയണം. അതാണ് ഞങ്ങളുടെ കണക്ക് എപ്പോഴും. അപ്പോൾ 48ാമത്തെ കൊന്തയും ചൊല്ലി മലയാളം പള്ളിയിൽ നിന്ന് കുർബാനയും കൂടി ബാഗും എടുത്ത് ഓളെ വെച്ച് പോകുമ്പോൾ ആ സമയത്ത് മലയാളം പള്ളിയിൽ നിന്നാണ് ഈ 10:25 അദ്ദേഹം പറയണത് എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. എഗ്രിമെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, നിങ്ങൾ ബിസിനസ് മാനാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. കരാറെന്നൊക്കെ പറയാം. ബൈബിളിൽ അങ്ങനെ ഒരു ടേം ഇല്ല. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. നിങ്ങളൊരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, അവിടെ ഇരുന്ന് കൊന്ത ചെല്ലുക, ബാക്കി അമ്മ പറയണ എഴുതുക. ഞാൻ കിഴക്കോട്ട് നടന്ന് വ്യഗ്രമാതാവിൻ്റെ ആൾത്താരെ പോയി കൈവിരിച്ച് പിടിച്ചിട്ട് 4 കൊന്ത ചെല്ലി. 4 കൊന്ത ചെല്ലിയപ്പോൾ കുറേ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ എനിക്ക് തന്ന് അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിച്ച് വിജയകുമാരൻ്റെ അടുത്ത് വരുമ്പോൾ വിജയകുമാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറെ കുറേ പാപങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണ്. പാപങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയത് പാപങ്ങൾ. ഞാൻ പറഞ്ഞ് ഇതാണ് എഗ്രിമെൻ്റ് എന്ന് നിങ്ങൾ പറയണത്. ഇത് ഉടമ്പടിയാണ്, ഇതൊരു വചനമാണ്. എന്നുവെച്ചാൽ ഇത് ഐസിയായുടെ വചനമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ 1:18 അപ്പോൾ അത് ബയലാറ്ററായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. അനുദപിച്ചാൽ നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. ഉടമ്പടി വന്നൊരു വഴിയുണ്ട്, അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അനുതാപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദൈവമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുന്നാൽ ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ്. എന്താണ്? അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് അമ്മ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു രീതി പറഞ്ഞത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് വേണം. നമുക്ക് വീട് വേണം, വിവാഹം വെക്കണം, കുഞ്ഞുങ്ങൾ വേണം, അല്ലേ? അപ്പോൾ ഈ ഇതൊക്കെ വേണം. ഇതെല്ലാം ഫിസിക്കൽ ഫേവേഴ്സാണ്. ഇത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗം എന്താണ്? അനുദപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും. അത് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു സംഭവമാണ്. അമ്മ ഒരു വലിയ സ്വർഗീയ പദ്ധതിയുടെ ഒരു വാതിലാണ് ഓപ്പൺ ചെയ്തിരിക്കണമെന്ന്. ഞാൻ 3 ദിവസമാണ് തൈക്കാട്ടുശ്ശേരി പോയിരുന്നും ഈ കലവൂരിരുന്നും ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചത്. 3 ദിവസം കൊണ്ട് ഞാൻ ഉടമ്പടി ബുക്ക് എഴുതി. ഉടമ്പടി എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതി. അതിൻ്റെ ആദ്യത്തെ ലീഫ്ലെറ്റ് എഴുതണം. ഇപ്പോഴത്തെ ഈ പുസ്തകത്തിന് 30 പേജുണ്ട്. ആദ്യത്തേന് 10, 27, 25 പേജേ ഉണ്ടായിരുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിന് 270 പേജാണിപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ തരാൻ തുടങ്ങി. എന്താണ്? ജോഷുവ ജനങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ആ തിരുവചനം 5-ാം അധ്യായത്തിലെ തിരുവചനങ്ങളും നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതായിരുന്നു 2ാമത്തെ വചനം ഉടമ്പടിക്ക് കിട്ടിയത്. അതും പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇത് ഈ 72 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഓരോ മണിക്കൂറിനും വചനങ്ങൾ നൽകി അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഉടനെ അടുത്ത വരി എന്ന് പറയണത് ജോഷുവയുടെ കാലത്താണ് നാളെയായിട്ട് വരണത്. കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് ഇന്നായി മാറി എന്ന് പറഞ്ഞു.
ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ അകത്തുകൂടി വരണ വചനങ്ങളാണ്. ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ ഉള്ളിൽ കൂടി വരണ വചനങ്ങളാണ്. അങ്ങനെ അറിയാതെ ഇങ്ങനെ എഴുതിപ്പോവും. എന്താണ്? ജോഷുവയുടെ കാലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാതിരുന്ന കാലമാണ്. പഴയ നിയമകാലമാണ്. പുതിയ നിയമകാലത്ത് കർത്താവ് പരിഹാരം ചെയ്തപ്പോൾ അത് നാളെ എന്നുള്ളത് ഇന്നായി മാറിയെന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ കള്ളനോട് കർത്താവ് എന്താ പറയണത്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്നാണ്. അപ്പോഴേ ഉയർപ്പ് പോലും സംഭവിച്ചത് ഒരു ടൈം ബേസ്മെൻറ്റാണ് പറയുകയാണെങ്കിൽ, ടെമ്പറലായിട്ട് പറയുകയാണെങ്കിൽ ആ കുരിശിൻ്റെ ഓൺ ടൈമിൽ തന്നെ ഉയർപ്പ് സംഭവിക്കുന്നുണ്ട്. ശരിക്കും മരണത്തിൻ്റെ അവിടെ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് താമസിച്ച് വരണത്. അത് തിരുവെഴുത്തുകൾ പ്രതിയാണത് അനുഭവവേദ്യമാകണത്. അതെപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ ഈശോ കുരിശിൽ കിടന്നതിന് ആ ഈശോ ഇങ്ങനെ കുരിശിൽ പീഡാനുഭവിച്ച്, അതുപോലെ തന്നെ ഈശോ അതായത് ഈശോൻ്റെ പീഡാനുഭവത്തിനുള്ളിൽ പ്രാകൃതമായ ചോരരൂപം കാണിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ ഈശോ മറിഞ്ഞു വരുമ്പോൾ ഉയർത്തുന്ന ഈശോനെ കാണും. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഇതിനൊരു ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയും ഇന്ന് എന്ന് പറയണത്. കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ സെക്കൻഡ് തന്നെ നിൻ്റെ അനുഗ്രഹം രൂപപ്പെട്ട് വരികയാണ്. നാളെ അല്ല, ഇന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോധം ഉടമ്പടി ചെയ്യുന്നവർക്കുണ്ടാകണം. അതായത് ഇന്ന് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് സമയം നാളെ എന്നുള്ളത് ഇന്നാകണത്. നിങ്ങളുടെ പാപം കുറയുന്നതനുസരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തടുത്ത് വരും. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ജോഷുവയുടെ കാലത്ത് പശ്ചാത്തപിച്ചാൽ നാളെയാണ് അനുഗ്രഹം. നാളെ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അത് 40 ദിവസം കഴിഞ്ഞാകാം, അല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞാകാം, എന്തുമാകാം. പക്ഷേ ഇന്നെന്ന് പറയണത് വിഷയം നേരെ മാറും. ഇപ്പോൾ നാളെ ഏത് സമയത്തും ആകാം. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ സമയച്ചുരുക്കം പ്രാപിക്കുകയും. നിങ്ങളുടെ അനുഗ്രഹത്തിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണില്ല, മക്കളുണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സമയച്ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ്? പശ്ചാത്തപിക്കുമ്പോഴാണ് സമയച്ചുരുക്കം ഉണ്ടാകുന്നത്. ഇതെല്ലാം പശ്ചാത്താപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ ജോഷുവ പറഞ്ഞു, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി പശ്ചാത്തപിച്ചപ്പോൾ എന്നാ പറ്റിയാണ്? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. പശ്ചാത്താപമാണ് ഈ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഈ സമയം ഇങ്ങനെ ലാഗ് ചെയ്ത് കിടക്കും. സമയഘടികാരവുമായി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സമയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നതാണ് റിപ്പന്റ്, ദ ടൈം ഇസ് അറ്റ് ഹാൻഡ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക. സമയത്തിലാണ് പശ്ചാത്താപം ഇരിക്കുന്നത്. അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിച്ചാൽ സമയത്തെ സ്വാധീനിക്കാൻ പറ്റും. പശ്ചാത്താപവും സമയസ്വാധീനവും. കൃപാസനത്തിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ മാതാവാണെങ്കിൽ ആ സമയത്തിൻ്റെ ഒരർത്ഥം മനുഷ്യരാശിയോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണവും കൃപാസനം പ്രത്യക്ഷീകരണവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പ്രാർത്ഥന പശ്ചാത്താപമാണ് മുഖ്യ വിഷയങ്ങളെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, പ്രാർത്ഥിക്കുക. മറിയം പ്രത്യക്ഷ അപ്പാരിഷൻസിനെ കുറിച്ച് മുരിങ്ങൂർ ധ്യാനകേന്ദ്രം ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞുള്ള വലിയ ഒരു സീരിയൽ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനാണത് കൃപാസനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യണത്. അപ്പോഴേ എനിക്ക് ഞാനും ജോമോൾ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് ഓരോ അപ്പാരിഷൻ നോക്കി വന്നപ്പോൾ എല്ലാ അപ്പാരിഷൻസും ഞങ്ങൾ 22 അപ്പാരിഷൻസ് എടുത്ത് 22 അപ്പാരിഷൻസിനും പറയുന്ന മെയിൻ സംഭവം എന്താ? അമ്മയുടെ പ്രത്യക്ഷീകരണം പറഞ്ഞത് എന്താ? ഒന്ന് പശ്ചാത്തപിക്കുക, രണ്ടാമത്തത് എന്താ പറയണത്? പ്രാർത്ഥിക്കുക. അതുതന്നെയാണിത്. സമയം പശ്ചാത്തപിക്കുക, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുക. ഈ ദുരന്തങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള സംഭവം പശ്ചാത്താപം തന്നെയാണ്. അമ്മയുടെ ദുരന്തം അനൗൺസ് ചെയ്തതിന് ശേഷം ഉണ്ടായതാണ് സുനാമി, അതിനുശേഷം ഉണ്ടായാണ് ചിക്കൻ ഗുനിയ, അതിനുശേഷം ഉണ്ടായിരുന്ന നിപ്പ വൈറസ്, അതിനുശേഷം ഉണ്ടായിരുന്ന കോവിഡ്, അതിനുശേഷം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രളയം. ഈ നിരന്തര പ്രളയത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പശ്ചാത്താപമാണ്. പക്ഷെ പശ്ചാത്താപം ആര് പശ്ചാത്തപിക്കുന്നോ ആ വ്യക്തിക്കാണ് അതിൻ്റെ അനുഗ്രഹമായിട്ട് വരണത്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പശ്ചാത്താപത്തിലൂടെ സമയച്ചുരുക്കം ഉണ്ടാക്കുവാനും പശ്ചാത്താപത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കാഴ്ചകൾ നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നമില്ലാത്ത ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു കാലമോ ഒരിക്കലും ഉണ്ടാകത്തില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അത് ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുമാത്രം മാക്സിമം ഈ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല. നിങ്ങളെ കൊത്തു നോവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ കടത്തിൽ വരയ്ക്കാനോ ഒരു കാര്യം. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല. പിന്നെ നമ്മളെ സഭാപ്രസംഗിയൊക്കെ പറയുന്ന പോലെ 7:29 പറയത്തില്ല, ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണമായ പ്രശ്നം അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് പറയും. അപ്പോൾ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈഗോ ആയിരിക്കും, വേറെ ഒന്നുമില്ല. മനുഷ്യന് സെൽഫ് ക്രിയേറ്റഡ് നമ്മുടെ കൊണ്ടാകുന്ന പ്രശ്നങ്ങളിലെ ഒരു 70% സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് എല്ലാം. അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം ഈഗോ ആയിരിക്കും. ഇത് ഈഗോയുടെ പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും എളിമപ്പെടലാണ്. എളിമപ്പെടലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഉടമ്പടിയും എളിമയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ എളിമപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം പെട്ടെന്നാകും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കൾക്കും സ്വയം വിനയപ്പെടാനുള്ള എളിമപ്പെടാനുള്ള അനുഗ്രഹം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തെ കൂടാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇതിനാണ് അഹങ്കാരം എന്ന് ബൈബിൾ പറയണത്. ദൈവത്തെ കൂടാതെ ചെയ്യാൻ കഴിയും. കർത്താവ് ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് ഇതാണ്: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ദൈവത്തെ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ആ ബുദ്ധി റിലേ ചെയ്യും. എനിക്ക് മസിലുണ്ട്, ഞാൻ ആ മസിൽ റിലേ ചെയ്യും. എനിക്ക് മണി പവറുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് പൊന്നുണ്ട്, എനിക്ക് പറമ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുള്ള കാരണം അതിൽ ഞാൻ റിലേ ചെയ്യും. അവിടെയാണ് വിഷയം വരണത്. ഇങ്ങനെയാണ് സെൽഫ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് എൻ്റെ മക്കളെ ഞാൻ എപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, അതായത് നമ്മൾക്ക് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതാണ് ദൈവമെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവവിശ്വാസിയായിട്ട്
തുടരാൻ പറ്റത്തില്ല. ഇതെല്ലാം നമുക്കുണ്ടാകും. അതായത് ഈ പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഭൗതിക സ്വാധീന വിഷയങ്ങളില്ലേ. ഈ വിഷയങ്ങളിൽ അത് എനിക്ക് അവരോട് പറയാൻ, മെഡിക്കൽ കോളേജ് വന്നാൽ എൻ്റെ ഡോക്ടർ, എൻ്റെ അനന്തരവൻ തന്നെയാണ് അവിടുത്തെ സൂപ്രണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയല്ലേ. എനിക്ക് പോകാൻ ആരെയും റിലേ ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കാർ കിടപ്പുണ്ട്, ഡ്രൈവർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈവർ ഉണ്ടാകാൻ കാറും ഉണ്ടാകാം. മത്തായിച്ചേട്ടൻ്റെ ഡ്രൈവറിൻ്റെ ഇപ്പോൾ എന്താ പ്രശ്നം? മത്തായിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് ഡ്രൈവറുണ്ട്, അങ്ങേർക്ക് കാറ് പോട്ടിക്കോയിൽ കിടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. അത് മത്തായിച്ചേട്ടൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ തോമസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനമില്ല. മെഡിക്കൽ കോളേജിൽ ആരും അയാൾക്ക് സ്വാധീനമില്ല. അയാൾക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോകാനുള്ള കാശ് പോലും കയ്യിലില്ല. പക്ഷേ തോമസ് കുട്ടി രക്ഷപ്പെടും, മത്തായിച്ചേട്ടൻ മരിച്ചു പോകും. എന്താ കാര്യം? അവിടെ പ്രശ്നം. പോണ വഴിക്ക് മത്തായിച്ചേട്ടൻ കാഞ്ഞു പോകും, സ്വന്തം കാറിൽ ഇരുന്നുകൊണ്ട് കാഞ്ഞു പോകും. തോമസ് കുട്ടി കണ്ടവൻ്റെ ഓട്ടോറിക്ഷയിൽ കൈ കാണിച്ച് കാശ് കൊടുക്കാനില്ല, കയറിപ്പോവും. അവൻ ദൈവത്തിൽ നിന്നാണ് റിലേ ചെയ്യണത്. മത്തായിച്ചേട്ടൻ പറയണത് മെഡിക്കൽ കോളേജിലുള്ള സൂപ്രണ്ട് എൻ്റെ മരുമകനാണെന്നാണ് പറയണത്. ഇതാണ് ഈ വ്യത്യാസം വരണത്. ഇതെല്ലാ വിഷയത്തിലും ഇത് ഏറെക്കുറെ ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം, എന്ത് കഴിവുണ്ടായാലും ദൈവതിരുസന്നിധി വരുമ്പോൾ അതിനെ സീറോയാക്കി മാറ്റണം. എന്ത് കഴിവുണ്ടായാലും എന്ത് സ്വാധീനം ഉണ്ടായാലും എനിക്കാരുമില്ല എന്നുള്ള സീറോ ഫോർമാറ്റിലാണ് നമുക്കെപ്പോഴും നമ്മുടെ പ്രവർത്തന പദ്ധതി വർക്കൗട്ട് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ നമ്മൾ ടെർമോമീറ്റർ ഇല്ലേ, ടെർമോമീറ്റർ വായിലോട്ട് കുത്തി കയറ്റുമ്പോൾ എന്താ ചെയ്യണത്? ഡോക്ടർമാർ, നേഴ്സുമാർ ഒന്ന് കുടഞ്ഞിട്ട് സീറോ ആക്കി കളയും, എന്നിട്ടാണ് ഈ പർട്ടിക്കുലർ രോഗിയുടെ കക്ഷത്ത് വായിലോ കൊണ്ട് വെക്കണത്. അവിടെ നിന്ന് പിന്നെ അത് കൗണ്ട് ചെയ്ത് വരണത്. ഞാൻ സെമിനാർ പഠിക്കുമ്പോൾ ഒരു രസമുണ്ടായി. ഒരുത്തന് 110 ഡിഗ്രി പനി, മറ്റേ ആൾക്ക് 108, താഴെ ഉള്ളത് 107. എല്ലാം കൂടി രാത്രി കാറിക്കൂവി ചാടി പുറത്തിറങ്ങി പരിപ്പ് അസന്ത പടർന്ന് പറഞ്ഞ് ഫിലോസഫി പഠിക്കുമ്പോൾ സെമിനാറിൽ ഭയങ്കര കലഹം. എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഇൻഫർമേറിയൻ ചാർജ് എടുത്തതാണ്. അവന് ടെർമോമീറ്റർ വെക്കാൻ അറിയാൻ പാടില്ല. ആദ്യത്തിൻ്റെ വായിക്കൊണ്ടേ വെച്ച് അവൻ തൂത്തേച്ച് അടുത്തന്നെ വായിക്കൊണ്ടേ വെച്ച് അവൻ കുടയാൻ മറന്നുപോയി. അപ്പോൾ ഓരോരുത്തർ വെക്കുന്നതനുസരിച്ച് 102, 103 എന്ന് പറഞ്ഞ് സാധനം കയറിക്കൊണ്ടിരിക്കും. ഈ പ്രാർത്ഥനയിൽ വരുന്ന ഒരു വിഷയം, ഈ സാധനം കുടഞ്ഞ് സീറോ ആക്കി കളയണം. എനിക്ക് പണമില്ല, ഉണ്ടെങ്കിൽ ഞാനത് വലിയ കാര്യമായിട്ട് കരുതണില്ല. എനിക്ക് ആരോഗ്യമില്ല, ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല. എനിക്ക് സ്വാധീനമില്ല, ഉണ്ടെങ്കിലും ഞാനത് കാര്യമായിട്ട് കരുതണില്ല. എൻ്റെ കർത്താവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. അതായത് ആദ്യം തന്നെ കുടഞ്ഞ് സീറോ ആക്കി കളയണം. അതാണ് ഈ ഉടമ്പടി പോലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. ഇത് വിനയത്തിൻ്റെ മാർഗ്ഗമാണിത്. ആരുടെയും ആസ്തി സംഭവം നമ്മൾ തുടങ്ങരുത്, ഒന്നിൻ്റെയും ആസ്തി തുടങ്ങരുത്. നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് കർത്താവ് മാത്രമാണ്. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഈശോയെ ഞങ്ങളെ അനുഗ്രഹത്തിൻ്റെ വലിയ ചാലുകളാക്കി മാറ്റമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കാനായിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ സോഴ്സ് വരുന്ന കാനായിലാണ്.
അത് നമ്മുടെ സമയത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കും, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ പറയുമ്പോൾ, ജോഷുവ 3:5 നിങ്ങൾ പശ്ചാത്തപിക്കും. ഏത് പറഞ്ഞേ? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതും സമയവും തമ്മിൽ ബന്ധമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നത് സമയവും പശ്ചാത്താപവും തമ്മിൽ ബന്ധമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ പശ്ചാത്താപമാണ് സമയത്തെ സ്വാധീനിക്കുന്നത്. വെരി ക്ലിയർ അല്ലേ? ഈ പശ്ചാത്താപം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ കള്ളന് സംഭവിക്കുന്നത്. അവൻ പശ്ചാത്തപിക്കും. എന്താണ്? സത്യമായി നീ ദൈവപുത്രനാണ്, ഞാൻ ഇത് ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. അതാണ് അനുതാപം എന്ന് പറയുന്നത്. അവനവൻ അനുഭവിക്കുന്ന ശിക്ഷ സ്വന്തം പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം. അത് കള്ളനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കള്ളൻ്റെ സുവിശേഷമാണത്. എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷ നമ്മുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കണം. പേടിയാണ്. ഇപ്പം നമ്മുടെ രോഗമായാലും, നമ്മുടെ ക്ഷീണമായാലും, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കലഹം ഉണ്ടാകുന്ന സങ്കടങ്ങളായാലും, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ അരിഷ്ടതകളെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാഴ്ചവെക്കണം. അതാണ് കള്ളം പറയുന്ന കാര്യം. അത് വലിയൊരു സുവിശേഷമാണത്. വെച്ചാൽ ഞാനിന്ന് അനുഭവിക്കുന്നത് ഇത് നമ്മൾ ആ ഇടതുവശത്ത് കള്ളനോട് എന്താ പറയണത്? നമ്മൾ രണ്ടും അനുഭവിക്കുന്നത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് അല്ലേ? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിനെ കാണുമ്പോൾ ഒരു മനുഷ്യന് തോന്നേണ്ട അല്ലെങ്കിൽ ആദ്യ വികാരം എന്താണ്? അവൻ തെറ്റ് ചെയ്യാത്തവനാണ്. തെറ്റ് ചെയ്യാത്തവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേൽ ചുമത്തിയ ശിക്ഷയാണ് നമ്മൾക്ക് രക്ഷയായി മാറിയത്. അതാണ് ഐസയ്യ പറയണത്. ഐസയ്യ നമ്മൾ 53:7 പറയണത് അവൻ്റെ മേൽ ചുമത്തിയ ശിക്ഷയാണ് നമുക്ക് രക്ഷയായി മാറിയത്. അപ്പോൾ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ദൈവത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. പാപമൊഴികെ നമുക്ക് സദൃശനായി അവനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ക്രിസ്തു തെറ്റുകാരനാണെന്ന് പറയുന്നത് ആരാണ്? പിശാച് മാത്രമാണ്. പിശാചിന് മാത്രമാണ് അവൻ്റെ ദൈവപുത്രസ്ഥാനത്തെ വെല്ലുവിളിക്കണത്. ഇപ്പോൾ ഫിലിമിലൂടെ ആയാലും ശരി, വേറെ എന്ത് മാർഗത്തിലൂടെ ആയാലും ശരി, ക്രിസ്തുവിനെ തേജോവധം ചെയ്യാൻ വേണ്ടി പിശാച് എക്കാലങ്ങളിലും സിനിമാക്കാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമാക്കാരെയും നല്ല സാഹിത്യകാരന്മാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചില റേഡിയോ ചാനലിലൊക്കെ കസാൻസാക്കിസിൻ്റെ കാര്യമൊക്കെ വന്നു. അയാളുടെ ഗ്രീക്ക് ഭാഷയെക്കുറിച്ചൊക്കെ ഭയങ്കര പുരാണമായിരുന്നു. ഈ നമ്മുടെ ഈസ്റ്റർ ടൈമിന് വെറും കള്ളത്തരമാണ്. കസാൻസാക്കിസ് ഒരു 3-ാം സഭ അംഗമാണ്. അതേസമയം തന്നെ ഫ്രാൻസിസ് അസീസിയുടെ വലിയ അടുപ്പക്കാരനുമാണ്. പക്ഷെ ഒരു കഥയുമില്ല. അയാളുടെ ലാസ്റ്റ് മിസ്റ്റേഷനിലൂടെ യൂറോപ്പിൻ്റെ അകത്ത് യേശുവിനെ വ്യഭിചാരിയാണ് ചിത്രീകരിക്കാനുള്ള പ്രേരണ PM ആൻ്റണിക്ക് വരെ നൽകി. നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ ഈ വലിയ വിശുദ്ധി ചമഞ്ഞ് നടക്കുന്നവരും യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ പിശാച് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിനെ ആക്രമിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഒരു കുറ്റമുള്ളവനായിട്ട് തീർക്കണത് ഇടതുവശത്തുള്ള കള്ളനാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം, കാര്യം നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണെന്ന് പറയണത് ഇടതുവശത്തുള്ള കള്ളനാണ്. ഇപ്പോൾ ഇടതുവശത്തുള്ള കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ടാകും. സിനിമാക്കാരുടെ കൂട്ടത്തിലുണ്ടാകും, സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ ഒരു സാഹിത്യ സൃഷ്ടി പോലെ അത് കാണുകയും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ കൂടെ കൂടിക്കൊണ്ട് യേശു കുറ്റവാളിയാണെന്ന് പറയുകയാണ് ചെയ്യണത്. ഇതൊക്കെ എല്ലാം സാത്താൻ്റെ ഒരു തരം നമ്മളെ തളർത്തിക്കളയണ ഒരവസ്ഥയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വലതുവശത്തുള്ള കള്ളനെ പോലെ എൻ്റെ ഹൃദയത്തിലെ അങ്ങ് ജ്വലിച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു
ചില സമയത്ത് ദൈവം തന്നെ നമ്മളെ എളിമപ്പെടുത്തും. അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന സംഭവമാണ്. നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം, നിങ്ങളുടെ കഷ്ടതകൾ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ കഷ്ടതകളും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എല്ലാ കഷ്ടതകളിലും ഒരു വചനമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. 5:15-3 ഈ വചനങ്ങൾ കഷ്ടതയുടെ രൂപത്തിലും വചനങ്ങൾ വരും. കഷ്ടതയുടെ രൂപത്തിലും എഴുതപ്പെട്ട വചനം പോലെ തന്നെ കഷ്ടതയുടെ രൂപത്തിലും ദൈവവചനങ്ങൾ വരും. എന്തിനാണ്? നമ്മളെ വിശുദ്ധീകരിക്കാൻ. ഈ കഷ്ടത ജീവിത മരുഭൂമി പോലെ വരും. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? തണലൊന്നുമില്ലാത്ത മണലാരണ്യം മാത്രമുള്ള മനുഷ്യന്മാർ സഹായിക്കാനില്ലാത്ത സ്ഥലം. അതാണ് മരുഭൂമി, അല്ലേ? അപ്പോൾ മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി വരും. എന്ന് വെച്ചാൽ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഇന്നലെ ഈ ദിവസങ്ങളിൽ ഒരു നേഴ്സ് ഒരു രസകരമായ സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞ സാക്ഷി ഇതാണ്. അവർ നേഴ്സിംഗ് ട്യൂട്ടറാണ് കോഴിക്കോട്. അത് നല്ലവണ്ണം ഓടുന്നുണ്ട് ആ സാക്ഷ്യം. 37,000 ആയിപ്പോൾ. അവരുടെ സാക്ഷ്യം, അവിടെ ഭർത്താവ് മരിച്ചുപോയി. നല്ല സാമ്പത്തികമായ കടങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പ്രയാസമാണ്. അവരുടെ പല കാര്യങ്ങളും അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൊടുക്കാൻ പോലും അവർക്ക് പ്രയാസം പെടുന്നവർ, കടങ്ങളുള്ള കാരണം കിട്ടുന്ന കാശൊക്കെ കടത്തിന് മാറുമ്പോൾ വാടക കൊടുക്കാൻ പ്രയാസപ്പെടുന്നു. ഇവർക്ക് ഒരു സ്ഥലമുണ്ട്, കാട്ടിൽ അരികിലാണ് സ്ഥലം. അത് ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ്. പണ്ട് കോഴിവെട്ടൊക്കെ ഉണ്ടായിരുന്ന ആദിവാസികളുടെ ആഭിചാര ഭൂമിയാണ്. അതുകൊണ്ട് മന്ത്രതന്ത്രങ്ങളും മന്ത്രവാദങ്ങളും നടത്തിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഇത് വിൽക്കാനായിട്ട് പറ്റണില്ല, ആരും എടുക്കണമില്ല. അപ്പോൾ ഇവരെന്നാ വെച്ചാൽ അവർ കടത്തിലുമാണ്, അവർ വാടകയ്ക്കും താമസിക്കുകയാണ്. അവിടെ സ്ഥലം വിൽക്കാനും പറ്റണില്ല, ഒരു വീട് വാങ്ങിക്കാൻ പറ്റണില്ല. പിള്ളേരുമൊക്കെ വലുതായി വരുന്നു, ഭർത്താവ് മരിച്ചുപോയി. ഇങ്ങനെ ഒറ്റ പെണ്ണ് ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുക. പക്ഷെ ഫൈറ്റ് ചെയ്തിട്ട് തളരുകയാണ് ഇവർ. കാര്യം വീണ്ടും കടം കൂടുകയാണ് ഇവരുടെ. അങ്ങനെ കടം കൂടിയപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത്. കാര്യം ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ നിന്നൊക്കെ മനസ്സിലാകും, ഉടമ്പടി അല്ലാതെ ഒരു പരിഹാരം ഇന്ന് ഓരോരുത്തരും കിട്ടണില്ല ശരിക്കും. കാര്യം ഇത്രയും പക്കയായിട്ട് പ്രവർത്തിക്കുന്ന ഇത്. പിന്നെ ഞാനെന്തിനാണ് ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടി ഉഴപ്പ് ചെയ്യുന്നവരുണ്ട് ഒത്തിരി. അതാണ് അവർക്ക് പണി കിട്ടുന്നത്. ഉടമ്പടി ഉഴപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് ഷാർപ്പ് പ്രോജക്റ്റാണ് ശരിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് ഇവർ കൃത്യമായിട്ട് സംഭവം ചെയ്യും. ഇവർ ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ മാതാ ഇവരോട് വേറൊരു കാര്യം പറഞ്ഞു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ, നീ ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. കൃപാസനത്തിൻ്റെ അൽത്താറി എൻ്റെ അരികിൽ നിന്ന് ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് മണ്ണെടുത്തുകൊണ്ട് പോകുമായിരുന്നു പണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാം ടൈൽസ് ആയത് കാരണം ഞങ്ങൾ മണ്ണ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു കൊത്തളം ഉണ്ടാക്കിയിട്ട് അവിടെ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കാര്യം ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ടൈൽസ് ഇട്ടിരിക്കണ കാരണം മണ്ണ് കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്ത് ഇവിടുന്ന് മണ്ണ് വടിച്ചെടുത്തുകൊണ്ട് പോയിട്ട്, കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ, അപ്പോൾ ആ ഒരു വിശുദ്ധി ഉണ്ടാകും. ആഭിചാര ശക്തികളോട് സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയുടെ പ്രത്യക്ഷീകരണ ഭൂമിയിൽ നിന്ന് ഒരു മണ്ണെടുത്താൽ തീർച്ചയായിട്ടും ആഭിചാര ശക്തികളെ എതിർക്കാൻ പറ്റും എന്ന് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ കൊടുത്ത ഒരു സംഭവമാണ്. ഈ നേഴ്സ് മണ്ണെടുത്തുകൊണ്ട് പോയി. ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മകൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് ഈ കാട്ടിലെ ഭൂമിയിലേക്ക് പോകും. കോഴിക്കോട് നിന്ന് പോയി അവിടെ ചെന്നിട്ട് ഒറ്റക്കാണ് അവർ പോണത്. മകനുമുണ്ട്, മക്കളുമുണ്ട്. ഇത് അമ്മയും മക്കളും കൂടി കാട്ടിൻ്റെ അരികളുടെ ഭൂമിയിൽ അവർ വിൽക്കാൻ ഈ ആഭിചാര ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കും. അവിടെ മണ്ണെടുത്തിട്ട് കൃപാസനത്തിലെ മണ്ണുമായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഇവർ 2 തിരി കത്തിച്ച് വെക്കും. അവിടെ ഒരു നീലത്തിരിയും, ഉടമ്പടി ചെയ്ത ഒരു നീലത്തിരിയും ഒരു പച്ചത്തിരിയും കത്തിച്ച് വെക്കും. കത്തിച്ച് വെച്ചിട്ട് അമ്മയും മക്കളും കൂടി ഈ കാട്ടിലെ പറമ്പിൽ മുട്ടയിൽ നിൽക്കും. മുട്ടയെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. കാര്യം വേറെ മാർഗ്ഗമില്ല, ജീവിക്കാൻ വേറെ മാർഗ്ഗം. ഈ പറമ്പ് വിറ്റ് മാറിയാൽ മാത്രമേ അവർക്ക് വാടക മാറ്റിയിട്ട് സ്വന്തമായിട്ട് ഭൂമി മേടിച്ച് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരി കൂടി ഉടമ്പടി തിരികളെ കത്തിച്ച് വെക്കും. കത്തിച്ച് വെച്ചിട്ട് ഈ കത്തിച്ച തിരികളുടെ നടുക്കാണ് ഈ കൃപാസനത്തിലെ മണ്ണും ആ മണ്ണും കൂടി കുഴച്ച് തിരുമിയിട്ട് നടുക്ക് വെക്കും. നടുക്ക് വെച്ചിട്ട് ഇവർ 2-3 പേരും കൂടി മുട്ട എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കെ
ഈ തിരി രണ്ടും കൂടി കത്തി ആളി ഗോളമാകും. തിരി രണ്ടും കൂടി കത്തി ആളി ഗോളമാകുമ്പോൾ ഇവർ നോക്കുമ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഇവർ കാണും. അവർ കിട്ടിയ സമയത്ത് ആ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എല്ലാം ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ രൂപം കണ്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത് അതിൻ്റെ അകത്ത്. പക്ഷേ അവർ പറഞ്ഞത് അവർ നോക്കുമ്പോൾ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യത്തിൽ കിടപ്പുണ്ടത് അമ്മയുടെ രൂപം നിൽക്കുന്നത്. പക്ഷേ ഇതോടുകൂടി ഒരു പേടിച്ചെങ്കിലും ഈ സംഭവം നടന്നെങ്കിലും പിന്നെ ഒറ്റ ആഴ്ചക്കുള്ളിൽ ആ ഭൂമി മൊത്തം വിറ്റുമാറുകയും ചെയ്ത് അവർക്ക് പുതിയ വീടും കിട്ടി, പുതിയ ഭൂമിയും മേടിച്ച് പുതിയ വീടും കിട്ടി, വാടക ഒഴിഞ്ഞ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനാവാത്ത കുറേ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ നേഴ്സ് രക്ഷപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിൻ്റെ വിശ്വാസം സിമ്പിൾ ഫെയ്ത്താണ്. ഒരു ബുദ്ധിരാക്ഷസനായി ഇവിടെ വന്നെങ്കിൽ പിന്നെ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അത് നമുക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇത് അച്ഛൻ പറയണമായിരിക്കും ചിലപ്പോൾ. ബുദ്ധിരാക്ഷസന്മാർക്ക് പറയുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തലച്ചോറ് നാളെ കാര്യങ്ങൾ അറക്കപ്പൊടിയായിട്ട് മാറും. വേറെ ഒന്നും ഇതുകൊണ്ട് പ്രയോജനമില്ലാതെ അവർ ഈ ഉപ്പിരിക്കണ ഉടയണ പോലെ ഉടഞ്ഞു മാറും. കാര്യം ദൈവത്തെയാണ് അവർ അവിശ്വസിക്കുന്നത്. പക്ഷേ വിശ്വസിച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കും. അതാണ് സംഭവം. ദൈവമഹത്വം പ്രാപിക്കണം എപ്പോഴും ബുദ്ധി കൊണ്ടല്ല. ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവമഹത്വം പ്രാപിക്കത്തില്ല. ലാസറിൻ്റെ ചീഞ്ഞ ശവകുടീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്നൊരു വിഷയമുണ്ട്. നിൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, മറിച്ച് വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാർത്താട് പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം പ്രാപിക്കുമെന്ന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവമഹത്വം പ്രാപിക്കാൻ ആവശ്യമായ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസാധ്യമായി